ഇപ്പോൾ പി.കെ. ശശി UDF സ്ഥാനാർത്ഥിയാകുമെന്ന് കേൾക്കുന്നു. അദ്ദേഹം കോൺഗ്രസ് ലീഗ് നേതാക്കളുമായിട്ട് കൂടിക്കാഴ്ച നടത്തിയിരിക്കുന്നു. അയാളെ നിർത്തിയാൽ ഒറ്റപ്പാലത്ത് തിരിച്ചടി ഉണ്ടാകുമെന്ന് അവിടുത്തെ പ്രാദേശിക കോൺഗ്രസ് നേതൃത്വം പറയുകയാണ്. അപ്പോൾ നിങ്ങൾ തത്വാധിഷ്ഠിതമായി പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിയെ, ഒരു മുന്നണിയെ നിങ്ങൾക്ക് വിമർശിക്കാൻ എങ്ങനെ കഴിയും? അല്ല, ശ്രീ പി.കെ. ശശിയെ സ്ഥാനാർത്ഥിയാക്കും എന്നുള്ളതിനെ കുറിച്ചിട്ട് അങ്ങനെ ഒരു അറിവും സംഭവിച്ചില്ല. അദ്ദേഹം CPM-നകത്ത് നിൽക്കുകയും അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരാളാണ്, നമുക്കെല്ലാവർക്കും അറിയാം. അങ്ങനെ ഇപ്പം മാധ്യമങ്ങളിൽ വരുന്ന വാർത്തകൾക്ക് അനുസരിച്ചിട്ട് മറുപടി വരെ സാധിക്കില്ല. അങ്ങനെ ഒരു തീരുമാനം പാർട്ടി എടുത്തിട്ടില്ലല്ലോ. എടുക്കുന്ന ഘട്ടത്തിലല്ലേ അതിനെക്കുറിച്ച് ചർച്ച ചെയ്തിട്ട് കാര്യമുള്ളൂ. അങ്ങനെ എടുക്കാനുള്ള തീരുമാനം എടുത്തിട്ടില്ല. പിന്നെ ഞങ്ങൾ പറയുന്നത് എന്താ, ഇപ്പം ഞങ്ങളുടെ പാർട്ടിക്കകത്ത് നിന്നൊരാളല്ല, ജി സുധാകരനെ പോലെ തലമുതിർന്ന നേതാവായ ഒരാളെ ആക്ഷേപിക്കുന്നതിൻ്റെ ഭാഗമായി അദ്ദേഹത്തെ ആക്ഷേപിച്ചതാണ്. അദ്ദേഹത്തെ ആക്ഷേപിച്ചത് കൊണ്ടാണ് അദ്ദേഹത്തിന് മനമെടുത്തുകൊണ്ട് അദ്ദേഹം അങ്ങനെ ഫേസ്ബുക്കിലൂടെ പോസ്റ്റ് ഇട്ട് നാളെ അദ്ദേഹം തുറന്നു പറയുമായിരിക്കും, എന്തൊക്കെയോ പറയാം അദ്ദേഹം പറയുമായിരിക്കും. അദ്ദേഹത്തിൻ്റെ മനപ്രയാസമാണ് അദ്ദേഹം കാണിച്ചത്. ഞാൻ പറയുന്നത് അങ്ങനെയല്ലല്ലോ. ഇപ്പോൾ പല സ്ഥലത്തും ഒരു ഇരട്ട നീതിയാണ്. ഇവിടെ പിന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച കുഞ്ഞികൃഷ്ണൻ പയ്യന്നൂരിൽ, അദ്ദേഹം ഇപ്പോൾ പുറത്താണ്. CKP പത്മനാഭൻ, അദ്ദേഹം അന്ത്യവയോധികനായി ഇപ്പോഴും കിടക്കുകയാണ്. എന്തിനാണ്? അദ്ദേഹം ചെയ്യാതെ തെറ്റിൻ്റെ പേരിലാണ്. പാർട്ടിയുടെ കകത്ത് തൻ്റെ കുടുംബത്തിനുണ്ടായ ഒരു ഏറ്റവും മോശപ്പെട്ട അനുഭവം അദ്ദേഹം പറഞ്ഞതിൻ്റെ പേരിലാണ് അദ്ദേഹം ഇപ്പോൾ രോഗശയ്യയിൽ ഇപ്പോൾ കിടക്കുകയാണ്. എത്രയും ഉത്തമനായ ഒരു സ്വാത്വികനായ കമ്മ്യൂണിസ്റ്റാണ് CKP പത്മനാഭൻ. കണ്ണൂരെ തളിപ്പറമ്പ് അറിയുന്ന ആളുകൾക്കെല്ലാം അറിയാം ആരാണ് അദ്ദേഹത്തെ ഈ രൂപത്തിലാക്കിയതെന്നും നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, പാർട്ടിക്കകത്ത് അവർ ഒരു അധികാര കുത്തക ഒരാളിലേക്ക് കടന്നു വരുമ്പോൾ ആ അധികാര കുത്തകക്കനുസരിച്ച് നിൽക്കാത്തവരെ, അതിന് കൂടി തമ്പ്ര എന്ന് പിന്നെ തലയാട്ടി സമ്മതിക്കാത്തവരെ, അഭിപ്രായമുള്ളവരെ സൈഡ്ലൈൻ ചെയ്യുന്ന ഒരു നിലപാട് പാർട്ടിക്കകത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അതിനകത്ത് രക്തസാക്ഷി ഫണ്ട് മുക്കിയാലും ഏരിയ കമ്മിറ്റി ഓഫീസിനകത്ത് നിന്ന് ഫണ്ട് മുക്കിയാലും അതിൻ്റെ കണക്കുകൾ ചോദിച്ചാൽ അവർ പുറത്താകുന്ന അവസ്ഥ പയ്യന്നൂരിലെത്തിയിരിക്കുന്നു. ഇത് പയ്യന്നൂരിലെ കുഞ്ഞികൃഷ്ണൻ്റെ മാത്രം പ്രശ്നമല്ല, അവിടെയുള്ള വലിയ രൂപത്തിലുള്ള സഖാക്കന്മാർ ഈ വിഷയത്തിനകത്ത് നിലപാട് സ്വീകരിക്കുന്നു എന്നുള്ളതാണ്. പിന്നെ ഞങ്ങളുടെ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം പാർട്ടി പല അഭിപ്രായങ്ങളും പാർട്ടിക്കകത്തുണ്ടോ. പാർട്ടി അതിൻ്റെ അകത്ത് ചില അഭിപ്രായങ്ങൾ എല്ലാ കാലം ഒരു കേഡർ പാർട്ടിയെ പോലെ പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിയല്ലല്ലോ കോൺഗ്രസ്. കോൺഗ്രസിൻ്റേതായ പല കാര്യങ്ങളും നോക്കിക്കൊണ്ട് തന്നെ സ്ഥാനാർത്ഥി നിർണ്ണയം പൂർത്തീകരിക്കുക. തീർച്ചയായും അത്തരത്തിലുള്ള ഒരു നിലപാട് തന്നെയായിരിക്കും വരാനിരിക്കുന്ന സ്ഥാനാർത്ഥി നിർണ്ണയത്തിൽ ഉണ്ടാകുക എന്നുള്ളതാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. ആ രൂപത്തിലേക്കുള്ള പാർട്ടി അതിൻ്റെതുമായി ബന്ധപ്പെട്ട ഒരു കൃത്യമായ രൂപത്തിൽ എക്സസൈസ് പാർട്ടി എടുത്തിട്ടുണ്ട്. അത് തെരഞ്ഞെടുപ്പ് റിസൾട്ട് പിന്നെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വരുമ്പോൾ നിങ്ങൾക്ക് കാണാം. അതോടൊപ്പം ഇവിടെ പിന്നെ ഇടതുപക്ഷ നിരീക്ഷകൻ പറഞ്ഞു പേരാവൂര് കോൺഗ്രസിൻ്റെ കുത്തകയല്ല. പേരാവൂർ ശൈലജ ടീച്ചർ ജയിച്ചത് എവിടെയാണ്? പേരാവൂർ എന്ന് പറയുന്ന പഴയ ഡീലിമിറ്റേഷന് മുമ്പേയുള്ള മണ്ഡലമായിരുന്നു. തില്ലങ്കേരിയും മട്ടന്നൂരും കൂടാളിയും കീഴല്ലൂരുമുള്ള പേരാവൂരായിരുന്നു. ആ മണ്ഡലം ചേർന്നിട്ട് ഇപ്പോൾ മട്ടന്നൂർ അസംബ്ലി വന്നത്. ഇപ്പോൾ പേരാവൂർ എന്ന് പറയുമ്പോൾ അന്നത്തെ വടക്കേ വയനാടിൻ്റെ ഭാഗമായുള്ള കേളകവും കൊട്ടിയൂരും ഉൾപ്പെടെ പേരാവൂരിലേക്ക് വന്ന് ഇപ്പോൾ UDF-ന് സുരക്ഷിതമായ സീറ്റുള്ള സ്ഥലമാണ്. കഴിഞ്ഞ പിണറായി വിജയൻ്റെ വലിയ തരംഗുണ്ടായ തെരഞ്ഞെടുപ്പാണല്ലോ. ആ തെരഞ്ഞെടുപ്പിൽ പോലും ഈ പറയുന്ന പലതരത്തിലുള്ള കാര്യങ്ങൾ അവിടെ സണ്ണി ജോസഫ് എന്ന് പറയുന്നത് ഞങ്ങൾ സ്ഥാനാർത്ഥിക്കെതിരെ നടത്തിയിട്ട് പോലും അദ്ദേഹം അവിടെ വിജയിച്ച് വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അതിൽ പേരാവൂര് ഞങ്ങൾക്ക് വളരെ ശക്തമായ വേരോട്ടമുള്ള മണ്ണ് തന്നെയാണ്. 10,30,000 വോട്ട് പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ ശ്രീ K. സുധാകരൻ ലീഡുള്ള മണ്ഡലമാണ്. അപ്പോൾ അതുകൊണ്ട് അവിടെ ശൈലജ ടീച്ചറെ നിർത്തി. ശൈലജ ടീച്ചർ പണ്ട് ഇപ്പോൾ പിന്നെ പഴയ പേരാവൂരിൽ ജയിച്ചു. അത് AD മുസ്തഫ എന്ന് പറയുന്ന അന്ന് ഞങ്ങൾ ജയിച്ചിട്ടുണ്ട്. ഈ പറയുന്ന തില്ലങ്കേരിയും മട്ടന്നൂരും കൂടാളിയും കീഴല്ലൂരുമുള്ള താരതമ്യേന സംഘടനാ സംവിധാനം പിന്നെ കൂടുതലായ കൊട്ടിയൂരും കേളകവും അപ്പുറം പോയിട്ട് പോലും ഞങ്ങളെ ജയിച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ പേരാവൂർ എന്ന് പറയുന്നത് UDF-ന് ശക്തമായ വേരോട്ടമുള്ള സ്ഥലമാണ്. ഏത് കുഞ്ഞുകുട്ടിക്ക് പോയ മനസ്സിലാവും ശൈലജ ടീച്ചർ ആ മണ്ഡലത്തിലാണ് ഈ തോറ്റത്. ശൈലജ ടീച്ചർ തോറ്റു എന്നുള്ളതാണ്. ഇതേ സണ്ണി ജോസഫിനോട് ഈ മണ്ഡലത്തിൽ ശൈലജ ടീച്ചർ ഒരു തവണ തോറ്റതാണ്. അപ്പോൾ വീണ്ടും അവരെ അവിടെ മത്സരിപ്പിക്കുന്നത് എന്താണ് എന്ന് വളരെ കൃത്യം അരിയാഹാരം കഴിക്കുന്ന കമ്മ്യൂണിസ്റ്റുകാർക്കറിയാം. അതിൽ പറയുക ഇടതുപക്ഷ നിരീക്ഷകൻ അറിയുന്നില്ലെങ്കിൽ പോലും പിണറായി വിജയന് അതിനകത്ത് കൃത്യമായ ലക്ഷ്യമുണ്ട്. CPM-ന്റെ തന്നെക്കാളും വലുതായി ആരും വരാൻ പാടില്ല, പാർട്ടിക്കകത്ത് വരാൻ പാടില്ല. അല്ലാതെ ശൈലജ ടീച്ചറെ ഷാഫി പറമ്പിലെതിരായി വടകരയെ മത്സരിപ്പിക്കുമോ? തൂക്കുമെന്ന് പൂർണ്ണമായി ഉറപ്പല്ല. ജയരാജനെ സൈഡ് ലൈൻ ചെയ്തു. P. ജയരാജൻ എന്ന് പറയുന്ന കണ്ണൂരിലെ CPM-ന്റെ അധികായനായ നേതാവ്, ഏറ്റവും ശക്തനായ നേതാവ്, പാർട്ടിക്കകത്ത് ഏറ്റവും വലിയ പിണറായി വിജയൻ കഴിഞ്ഞ P. ജയരാജൻ എന്ന് പറയുന്ന രൂപത്തിലേക്ക് കണ്ണൂരിലെ പാർട്ടി ഒന്നടങ്കം വന്ന് പാർട്ടി സഖാക്കൾ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ നിലപാടിന് ഒരു തരത്തിൽ യോജിക്കാത്ത ഒരാളാണ്. അക്രമ രാഷ്ട്രീയത്തിന്, കൊലപാതക രാഷ്ട്രീയത്തിന് വക്താക്കന്മാരായി നിൽക്കുന്ന ഒരു പാർട്ടി നേതാവാണ് P. ജയരാജൻ. ആ P. ജയരാജനെ പിണറായി വിജയനും കോടിയേരി ബാലകൃഷ്ണനും പങ്കെടുത്ത വേദിക്കകത്ത് P. ജയരാജന് മുദ്രാവാക്യം വിളിച്ചു എന്നതുകൊണ്ട് മാത്രമാണ് ആ P. ജയരാജൻ ഇന്ന് പാർട്ടിക്കകത്ത് എടുക്കാച്ചിറക്കായി ഇപ്പോൾ ഖാദി ബോർഡിൻ്റെ വൈസ് ചെയർമാനായി നിൽക്കുന്നത്.